ഇതിന് 21 ഗിയറുണ്ട്. ലവ്ലി, വാട്ട് ആർ യു ഡൂയിങ്? സാരി എടുത്തിട്ടാണോ സൈക്കിൾ ചവിട്ടുന്നത്? കാട്ടിലും കോഴിയുണ്ട് സാറേ. ഞാൻ MG യൂണിവേഴ്സിറ്റി സൈക്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു 2002. ഇതെന്താ ഇങ്ങനെ? ഇത് പുതിയ മോഡലാണെന്ന് തോന്നുന്നു. നോക്ക് എന്റെ ചേട്ടൻ. ഭയങ്കര ലുക്കാണല്ലോ. അതെ, ഏട്ടനൊരു പഠിപ്പിച്ചായിരുന്നു. പക്ക ബുജ്ജി. 10th കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ തീരുമാനിച്ചിരുന്നു IIT എഞ്ചിനീയറിംഗ്, IIM MBA, ഏതെങ്കിലും ഒരു ലീഡിംഗ് ഇന്റർനാഷണൽ കമ്പനി 2 വർഷം ജോലി, പിന്നെ അതൊക്കെ ക്വിറ്റ് ചെയ്ത് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുന്നു. എന്നിട്ട് കഴിഞ്ഞ മാസം ഏട്ടന്റെ കമ്പനിയുടെ 1 year സക്സസ് പാർട്ടി ആയിരുന്നു. എൻ്റെ ഈ പ്രായത്തിൽ തന്നെ ഏട്ടനറിയായിരുന്നു അടുത്ത 10 വർഷത്തേക്ക് എന്താ വേണ്ടതെന്ന്. എനിക്കാണെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ ഇത് എലക്ടീവ് എടുക്കണ്ടെന്ന് പോലും അറിഞ്ഞൂടാ. എന്റെ ബ്രേക്കിനെന്തോ പറ്റി. എന്ത് പറ്റിയെന്നോ? നിനക്ക് സൂചി പേടിയാണെന്ന് അവളോടങ്ങ് പറഞ്ഞ പോരായിരുന്നു. എന്തേ പറയാൻ പറ്റില്ലേ? എടാ, ഈ എന്നെ കണ്ട നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് സൂചി പേടിയാണെന്ന്? അപ്പൊ അല്ലേ? ആണ്. എന്നാ പിന്നെ വാതൊന്ന് പറഞ്ഞുകൂടാ ടാറ്റു പിടിക്കാൻ താല്പര്യം. എടാ, ഇത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നും അല്ല. ഒരു ഗേൾ ഫ്രണ്ട് ആകുമ്പോഴേ നിനക്ക് അതൊക്കെ മനസ്സിലാവത്തുള്ളൂ. 5 മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, അപ്പോഴത്തേക്കും തുടങ്ങിക്കോളും. പ്രാക്ടീസ് ചെയ്യുമെന്നും പറഞ്ഞോണ്ട് ഇവന്റെ പറച്ചിലെടുത്തൊന്നും ആ നാട്ടിലെ ആൾക്കാരെ മുഴുവൻ ഞങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുവാണെന്ന്. സത്യം പറയടാ, നിനക്കിഷ്ടമാണോ ഞങ്ങളുടെ പാട്ട്? സത്യം പറയണോ? ആ, പെറ്റ തള്ള സഹിക്കത്തില്ല. എടാ, ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ക്ലാസിക്കലും ഒക്കെ പഠിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അവന്മാര് നിന്നെ കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ, നിനക്ക് വേണ്ടി നിർത്തി പോടാ. എടാ ദേവിക, എന്നെ കണ്ട ടൈം മുതൽ ഞാൻ ഇങ്ങനൊക്കെയാ. റോക്ക് ബാൻഡും ക്രൗളിങ്ങും കുറെ കറുത്ത ടീഷർട്ടും കോപ്പും. പെട്ടെന്നൊരു ദിവസം എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അവളെന്ത് വിചാരിക്കും? അവളെ എന്ത് വിചാരിക്കാനാടാ? ഓ പിന്നെ നിന്റെ ഈ കറുത്ത ടീഷർട്ടിന് വേണ്ടിയല്ലേ അവളെ നിന്നെ ഇഷ്ടപ്പെട്ടത്? എടാ, ഇത്രയും സില്ലി കാര്യങ്ങൾ പോലും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നീയൊക്കെ എന്നാ കോപ്പിലെ റിലേഷൻഷിപ്പിലാ. ദേവിക അവളൊരു പാവല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവൾക്ക് ഇതൊന്നും ഒരു ഇഷ്യൂവേ ആയിരിക്കത്തില്ല. നീ ഓരോന്ന് ആലോചിച്ചു വിട്ടു. നിങ്ങൾ വരുന്നില്ലേ? നീ വിട്ടോ, ഞങ്ങൾ എത്തിയേക്കാം. എടാ, ഒരു കുഴപ്പമില്ലാതെ ഓടുന്ന വണ്ടിയുടെ ടയർ ഞാൻ സ്വയം കുത്തി പൊട്ടിക്കണം. എടാ, ഇപ്പോഴാണ് ഒരു ടയർ മാത്രം മാറ്റിയാൽ മതി. വെച്ചോണ്ടിരുന്ന ചിലപ്പോൾ ഈ വണ്ടി അവിടെ മാറ്റേണ്ടി വരും. ടയർ മാറ്റി? എന്ത് ഈ ടയറിന് എന്താ കുഴപ്പം? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. അക്ഷയ്ക്ക് ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കില്ലായിരുന്നു. തനിക്കോ? ബോയ്സ് ഫ്രണ്ട്സ് ആയിട്ട് കുറെ പേരുണ്ടായിരുന്നെങ്കിലും ബോയ് ഫ്രണ്ട് ആയിട്ട് ഒരാൾ വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയും തോന്നിക്കൂടാന്നില്ലല്ലോ. സ്ഥലത്തി ബാ പോവാം. എന്താ നോക്കി നിൽക്കുന്നേ? വാ. വാ. ദിയ, ദിയ, അക്ഷയ്, ട്രൂത്ത് ഓർ ഡെയർ? ഇവിടെ വെച്ചോ? പറ, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഡെയർ ചൂസ് ചെയ്യടാ, പേടിത്തൂറി. ആ ഓക്കെ. ഞാനൊരു അഡ്വഞ്ചർ സ്പോർട്ട് ചൂസ് ചെയ്യും, അത് താൻ ചെയ്യണം. പാരസൈലിംഗ്. അത് കേട്ടിട്ട് തന്നെ പേടിയാണോ? എന്താ സാധനം? എന്ത് പറഞ്ഞാലും പേടി പേടി പേടി. പേടിയില്ലാത്ത മാത്രം ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ ഡയർ എന്ന് വിളിക്കണേ? ഓക്കെ, താൻ അടുത്ത പറയുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പ്രോമിസ്? പ്രോമിസ്. അക്ഷയ്, കിട്ടി.
ബഞ്ചി ജമ്പിങ് ഞാൻ ട്രസ്റ്റ് മീ അക്ഷയ്, അടിപൊളിയായിരിക്കും. തന്റെ എല്ലാ പേടികളും തീർന്നു ആ ഞാൻ തന്നെ അങ്ങ് തീർന്നു കിട്ടിക്കോളും. ഫസ്റ്റ് പ്രോമിസ് തന്നെ ബ്രേക്ക് ആണല്ലേ? ഓക്കെ ഫൈൻ. Put your legs in the harness. Keep your back straight. You'll be okay, man. Come on. Hold on tight. Keep your feet on the launch pad. Three, two, one. അക്ഷയ്, Take a deep breath. പേടിയാണെങ്കിൽ വേണ്ടടോ, വിട്ടേക്കാം. ഇറ്റ്സ് ഓക്കെ. പേടി കാരണം ഞാൻ പലതും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ചെയ്യണം. Ready? Focus. Hold on tight. 3, 2, 1. Jump! I love you. ബൈ. അക്ഷയ്, തന്റെ ഫോൺ ഒന്ന് തരുമോ? അതാണ് എൻ്റെ നമ്പർ. ഫ്രഷ് ആയതിനു ശേഷം ഞാൻ വിളിക്കാം. ക്യാമ്പ് ഫയറിലേക്ക് നമുക്ക് ഒരുമിച്ച് പോയാലോ? ഓക്കെ? ഓക്കെ. അവളുടെ നമ്പർ അവൾ തന്നെ എനിക്ക് തരും. നോക്കിക്കോ.